കർത്താവ് ഇങ്ങനെ ഒരവസരം കൂടെ നൽകിയതിന് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. 10-20 ക്ലാസ് ഗലാത്യ ലേഖനത്തിൽ കഴിഞ്ഞെങ്കിലും നമ്മൾ 3 അധ്യായത്തിലേ എത്തിയിട്ടുള്ളൂ. ഞാൻ ഓർപ്പിക്കട്ടെ, ഇതൊരു വാക്യപ്രതിവാക്യ സ്റ്റഡിയാണ്. അതുകൊണ്ടാണ് ഇത്രയും സമയം എടുക്കുന്നത്. ആൻഡ് കംപ്ലീറ്റ് ഗലാത്യ ലേഖനം കവർ ചെയ്യുമ്പോഴത്തേക്ക് ചിലപ്പോൾ 40-ഓ 50-ഓ ക്ലാസ്സസ് ആകും. ഈ വാക്യപ്രതിവാക്യം ടീച്ചിങ്ങിന്റെ മെയിൻ പർപ്പസ് ഗലാത്യ ലേഖനം ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കുക മാത്രമല്ല, ഈ ക്ലാസ്സസ് അറ്റൻഡ് ചെയ്യുന്ന ആളുകൾ അവരവരുടെ ചർച്ചസിൽ ഈ വിഷയത്തെക്കുറിച്ച് ക്ലാസ് എടുക്കുമ്പോൾ അവരുടെ കയ്യിൽ ആവശ്യത്തിന് റിസോഴ്സസ് ഉണ്ടായിരിക്കണം. ഞാൻ പ്രോമിസ് ചെയ്തെങ്കിലും ഹെൽത്തിന്റെ കാരണം കൊണ്ട് പോസ്റ്റ് ചെയ്യാൻ ഒത്തില്ല. ഞാൻ ഈ എടുത്തുകൊണ്ടിരിക്കുന്ന ക്ലാസിന്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഔട്ട്ലൈൻ VTA എന്ന് പറഞ്ഞ ഗ്രൂപ്പിൽ ഞാൻ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. ആകെ ഒരു പ്രശ്നമേ ഉള്ളൂ, ഔട്ട്ലൈൻ ഇംഗ്ലീഷിലാണ്. സഹോദരന്മാരെ അത് ഗൂഗിൾ ട്രാൻസ്ലേറ്റിൽ കോപ്പി ആൻഡ് പേസ്റ്റ് ചെയ്ത് അത് മലയാളം ആവശ്യമുള്ളവർ മലയാളത്തിലോട്ട് കൺവെർട്ട് ചെയ്യണം എന്ന് അഭ്യർത്ഥിക്കുന്നു. നമ്മൾ കഴിഞ്ഞ ആഴ്ച 3-ാം അധ്യായത്തിന്റെ 4-ാം വാക്യം വരെ വന്നായിരുന്നു. ഞാൻ ഓർപ്പിച്ചതുപോലെ ദൈവാത്മാവ് ആദ്യമേ അവരോട് ഇൻട്രൊഡക്ഷൻ വഴി സംസാരിച്ച് അത് കഴിഞ്ഞ് അവരെ വിഷയത്തിലോട്ട് ക്രമേണ കൊണ്ടുവന്നിട്ട് 3-ാം അധ്യായം ആയപ്പോഴത്തേക്ക് 2-ന്റെ അവസാനമായപ്പോഴത്തേക്ക് ഉപദേശ വിഷയങ്ങൾ സ്റ്റാർട്ട് ചെയ്തെങ്കിലും 3-ലാണ് ഉപദേശ വിഷയം ഡയറക്ട്ലി സംസാരിച്ചു തുടങ്ങിയത്. 3-ാം അധ്യായത്തിന്റെ ആദ്യത്തെ 3 വാക്യങ്ങൾ നമ്മൾ പഠിച്ചു കഴിഞ്ഞല്ലോ. ബുദ്ധിയില്ലാത്ത ഗലാത്യരെ, യേശു ക്രിസ്തു ക്രൂശിക്കപ്പെട്ടവനായി നിങ്ങളുടെ കണ്ണിൻ മുൻപിൽ വരച്ചു കിട്ടിയിരിക്കെ നിങ്ങളെ ക്ഷുദ്രം ചെയ്ത് മയക്കിയതാർ. അപ്പം ആത്മീക ജീവിതത്തിൽ തിരുത്തല് വേണ്ടി വരുമ്പോൾ അതിന് ദൈവവചനം തന്നെ ഒരു പെരുമാറ്റ ചട്ടം തരുന്നുണ്ട്. അത് ഗലാത്യയിൽ നമുക്ക് കാണാൻ സാധിക്കും, കൊരിന്ത്യ ലേഖനത്തിൽ കാണാൻ സാധിക്കും, കൊലോസ്യ ലേഖനത്തിൽ കാണാൻ സാധിക്കും, യൂദയിൽ കാണാൻ സാധിക്കും. വിശ്വാസികളായ നാം ഇതുപോലെ തന്നെ ചെയ്ത് തെറ്റ് തിരുത്തണം എന്ന് ഞാൻ ഓർപ്പിക്കുന്നു. വിഷയം ശരിയായിട്ടൊന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാണ് ഡയറക്ട്ലി ഷാർപ്പ്ലി ലക്ഷ്യോന്മുഖിയായ ചോദ്യം ചോദിക്കുന്നത്. ലക്ഷ്യോന്മുഖിയായ ചോദ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചുമ്മാതെ എന്തെങ്കിലും ചോദിക്കുകയല്ല, കേൾക്കുന്ന ആളുകളെ നമ്മുടെ മനസ്സിലുള്ള ലക്ഷ്യത്തിലേക്ക് നയിക്കുന്ന രീതിയിലുള്ള ചോദ്യങ്ങൾ. അപ്പം ക്ഷുദ്രം ചെയ്തതാർ. ഞാൻ ഇതൊന്ന് മാത്രം നിങ്ങളോട് ഗ്രഹിപ്പാൻ ഇച്ഛിക്കുന്നു. നിങ്ങൾക്ക് ആത്മാവ് ലഭിച്ചത് ന്യായപ്രമാണത്തിന്റെ പ്രവൃത്തിയാലോ വിശ്വാസത്തിന്റെ പ്രസംഗം കേട്ടതിനാലോ. ഇത് അടുത്ത ലക്ഷ്യോന്മുഖിയ ചോദ്യമാണ്. ഗലാത്യ വിശ്വാസികൾ അവരത് സമ്മതിച്ചേ പറ്റൂ. അവര് ന്യായപ്രമാണത്തിൽ കൂടെ അല്ല അവർ പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചത്. 3, നിങ്ങൾ ഇത്ര ബുദ്ധി കെട്ടവരോ ആത്മാവ് കൊണ്ട് ആരംഭിച്ചിട്ട്. അപ്പൊ അങ്ങനെ വിശ്വാസത്തിൽ കൂടെയാണ് ആത്മാവിനെ പ്രാപിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടുത്ത ലക്ഷ്യോന്മുഖിയായ ചോദ്യം, നിങ്ങൾ ഇത്ര ബുദ്ധി കെട്ടവരോ ആത്മാവ് കൊണ്ട് ആരംഭിച്ചിട്ട് ഇപ്പോൾ ജഡം കൊണ്ട് സമാപിക്കുന്നത് ഇത്രയെല്ലാം വെറുതെ അനുഭവിച്ചുവോ, വെറുതെ അത്രേ എന്ന് വരികിൽ, അത് റീഫ്രേസ് ചെയ്ത് കഴിഞ്ഞാൽ വെറുതെ എന്ന് വരികിൽ ഇത്രയെല്ലാം വെറുതെ അനുഭവിച്ചോ? നോ, നോട്ട് അറ്റ് ഓൾ. 5-ാമത്തെ വാക്യത്തിൽ നാം വായിക്കുന്നത്, നാം ഇന്ന് 5 തൊട്ടാണ് മുന്നോട്ട് പോകുന്നത്. 5-ൽ നാം വായിക്കുന്നത്, എന്നാൽ നിങ്ങൾക്ക് ആത്മാവിനെ നൽകി നിങ്ങളുടെ ഇടയിൽ വീര്യപ്രവർത്തികളെ ചെയ്യുന്നവൻ ന്യായപ്രമാണത്തിന്റെ പ്രവൃത്തിയാലോ വിശ്വാസത്തിന്റെ പ്രസംഗത്താലോ അങ്ങനെ ചെയ്യുന്നത്. അപ്പം ഈ ലക്ഷ്യോന്മുഖിയായ ചോദ്യങ്ങൾ ചോദിച്ച്, അവരിൽ പല ചോദ്യങ്ങൾ ചോദിച്ച് പല മറുപടികൾ അതേ വിഷയമായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞ് അടുത്ത ലക്ഷ്യോന്മുഖിയായ ചോദ്യമാണ്, ആത്മാവിനെ നൽകി വീര്യപ്രവർത്തികളെ ചെയ്തു. ഈ വീര്യപ്രവർത്തികളിൽ കൂടെയാണ് ആദ്യ തലമുറയിൽ സുവിശേഷം ചെന്നിടത്തല്ല ഇത് ദൈവവചനമാണെന്ന്, ഇത് ദൈവാത്മാവിന്റെ വചനമാണെന്ന് ദൈവം തെളിയിച്ചത്. അപ്പോ നിങ്ങൾക്ക് ആത്മാവിനെ നൽകി നിങ്ങളുടെ ഇടയിൽ വീര്യപ്രവർത്തികളെ ചെയ്യുന്നവൻ ന്യായപ്രമാണത്തിന്റെ പ്രവൃത്തിയാലോ വിശ്വാസത്തിന്റെ പ്രസംഗത്താലോ അങ്ങനെ ചെയ്തത്. ഒരു പ്രാവശ്യം കൂടെ ചോദിക്കുമ്പോൾ അത് വിശ്വാസത്തിന്റെ പ്രമാണം കൊണ്ടാണെന്ന് അവർ സമ്മതിച്ചേ പറ്റൂ. കാരണം അവർ വിശ്വസിച്ചു. പരിശുദ്ധാത്മാവ് അവരുടെ മധ്യ വീര്യപ്രവർത്തികൾ കാണിച്ച് ഇത് ദൈവാത്മാവിൽ നിന്നുള്ളതാണെന്നുള്ളത് തെളിയിച്ചു കൊടുത്തു. അതെല്ലാം കഴിഞ്ഞ് ചില വർഷങ്ങൾ കഴിഞ്ഞാണ് അവർ ന്യായപ്രമാണത്തിന്റെ പുറകെ പോയത്.
അപ്പൊ ഈ ന്യായപ്രമാണത്തിന്റെ പുറകെ പോകുന്നതിന് എത്രയോ മുൻപ് ദൈവാത്മാവ് ഇത് ന്യായപ്രമാണത്താലെ അല്ല വിശ്വാസത്താലെ ആണെന്നുള്ളത് അവർക്ക് തെളിയിച്ചു കൊടുത്തായിരുന്നു. വിശ്വാസ ജീവിതത്തിൽ വരുമ്പോൾ ഒത്തിരി വില കൊടുക്കേണ്ടി വന്നാലും ഈ വിശ്വാസ ജീവിതം കുറച്ചു വർഷങ്ങൾ കഴിഞ്ഞ് എല്ലാം കംഫർട്ടബിൾ ആയിട്ടിരിക്കുമ്പോൾ ബാഹ്യമായ പ്രഷർ വരുമ്പോൾ അവർ അതിനുവേണ്ടി കൊടുത്ത വില അവഗണിക്കാൻ സാധ്യതയുണ്ട്. ആ വില അവഗണിക്കാൻ സാധ്യത ഉള്ളത് കൊണ്ട് അവർ കൊടുത്ത വില അവരെ റിപ്പീറ്റഡ് ആയിട്ട് ഓർപ്പിക്കേണ്ടത് ആവശ്യമാണ്. ഗലാത്യയിൽ പിന്നെ ആദ്യ തലമുറ തന്നെയായിരുന്നു വിശ്വാസികളുടെ അല്ലെ വേർപെട്ടവരുടെ രണ്ടാമത്തെ തലമുറ ആദ്യത്തെ തലമുറ കൊടുത്ത വില മനസ്സിലാക്കുന്നുണ്ട്. മൂന്നാമത്തെ നാലാമത്തെ ഒക്കെ തലമുറയാകുമ്പോഴത്തേക്ക് ആദ്യ തലമുറയിൽ നിന്ന് 60, 70, 80 വർഷങ്ങളുടെ ഗ്യാപ്പ് ആയതുകൊണ്ട് ആദ്യ തലമുറ കൊടുക്കേണ്ടി വന്ന വില 3, 4, 5 തലമുറക്കാര് അത് പലപ്പോഴും മനസ്സിലാക്കുന്നില്ല. അതുകൊണ്ട് അവരെ ഓർപ്പിക്കേണ്ടത് ആവശ്യമാണ്. ഈവൻ ആദ്യ തലമുറയെ പോലും ഓർപ്പിക്കേണ്ടത് ആവശ്യമാണ് എന്ന് ഞാൻ ഇവിടെ ഓർപ്പിക്കട്ടെ. ഇവിടെ ആദ്യ തലമുറക്കാരെയാണ് ദൈവാത്മാവ് ഓർപ്പിക്കുന്നത്. ഇതുമായിട്ട് ബന്ധപ്പെട്ട് മറ്റൊരു കാര്യം ഈ പ്രായോഗിക ജീവിതത്തിൽ നാം മനസ്സിലാക്കേണ്ടത് ഈ ബയോഗ്രാഫീസ്, വിശ്വാസികളുടെ ബയോഗ്രാഫീസ്, അത് നമ്മൾ വായിക്കേണ്ടത് ആവശ്യമാണ്. അവർ എങ്ങനെ ഈ സത്യത്തിന്റെ സന്ദേശം കേട്ടു, എങ്ങനെ വേർപെട്ടു, അതിനെന്ത് വില കൊടുക്കേണ്ടി വന്നു, ആ വില കൊടുത്തതിനെ ദൈവം എങ്ങനെ ആദരിച്ചു എന്നുള്ള കാര്യങ്ങൾ ജീവചരിത്രങ്ങളിൽ കൂടെ വായിക്കേണ്ടത് ആവശ്യമാണ്. അതുകൊണ്ട് മറ്റു വിശ്വാസികളുടെ ജീവചരിത്രം വായിക്കുന്ന ഒരു പരിചയം ഇടണം, ഒരു പരിചയമാക്കി തീർക്കണം. സ്വന്തം മക്കൾക്ക് ജീവചരിത്രങ്ങൾ വാങ്ങിച്ചു കൊടുത്ത് അവരെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യണം. കേരള വേർപാട് സമൂഹത്തിൽ ഒരു പ്രശ്നമുണ്ട്. കേരള വേർപാട് സമൂഹത്തിന്റെ ആദ്യ തൊട്ടുള്ള ഒരു പ്രശ്നം, കേരളത്തിൽ മാത്രമല്ല ഇംഗ്ലണ്ടിൽ ഇതേ പ്രശ്നമാണ്. അത് ഞാൻ ഓർപ്പിച്ചതുപോലെ ഇംഗ്ലണ്ടിലുള്ള വേർപാട് പ്രസ്ഥാനം അത് സെപ്പറേറ്റ് ആയിരുന്നു, കേരളത്തിലുള്ള സെപ്പറേറ്റ് ആ, രണ്ടും തമ്മിൽ ബന്ധമൊന്നുമില്ല. അത് കഴിഞ്ഞ് രണ്ടുപേരും ഒരേ വിശ്വാസമാണെന്ന് കണ്ടതുകൊണ്ട് പരസ്പരം ഫെലോഷിപ്പിൽ വന്നതേ ഉള്ളൂ. ഇംഗ്ലണ്ടുകാരല്ല കേരളത്തില് വേർപാട് പ്രസ്ഥാനം തുടങ്ങിയത്. വേർപാട് പ്രസ്ഥാനം അവിടെ ആണെങ്കിലും ഇവിടെ ആണെങ്കിലും ആദ്യ തൊട്ടേ ഉള്ള ഒരു കാര്യം, സഹോദരൻ സഹോദരനെ പുച്ഛിക്കുന്നു. സഹോദരൻ സഹോദരനെ പുച്ഛിക്കുന്നതിന്റെ കാരണം കൊണ്ട് നാം നമ്മുടെ സഹോദരന്മാരുടെ ജീവചരിത്രം വായിക്കാറില്ല. സഹോദരന്മാരുടെ ജീവചരിത്രം വായിക്കാത്തത് കൊണ്ട് ചെലവാകാത്തത് കൊണ്ട് ആളുകൾ എഴുതാറില്ല. വേർപാട് പ്രസ്ഥാനത്തിന്റെ ഒന്നാം തലമുറയിൽ എത്രയോ ആളുകൾ വളരെയധികം ത്യാഗം സഹിച്ചു, എത്രയോ വില കൊടുക്കേണ്ടി വന്നു. ഇന്ന് അതിനെക്കുറിച്ച് ആർക്കും അറിയത്തില്ല. കാരണം നമ്മൾ നമ്മുടെ സഹോദരനെ പുച്ഛിക്കുന്ന കൂട്ടത്തിലാണ്. അതിന്റെ ഒരു ഉദാഹരണം ഞാൻ പറയട്ടെ. ബാലസംഘം, ഞാൻ അതിന്റെ വൈസ് പ്രസിഡന്റ് ആണെന്ന് ഓർപ്പിക്കട്ടെ. ബാലസംഘത്തിൽ എല്ലാ വർഷവും VBSന്റെ പാഠപുസ്തകങ്ങൾ റെഡിയാക്കുമ്പോൾ അതിലൊരു മിഷണറി സ്റ്റോറി ഉണ്ട്. മിഷണറി സ്റ്റോറീസ് ഹഡ്സൺ ടെയ്ലർ, പിന്നെ അങ്ങനെയുള്ള വിദേശ മിഷണറീസിന്റെ സ്റ്റോറീസാ സാധാരണ കൊടുക്കുന്നത്. 10 വർഷം മുമ്പ് അതിന്റെ ആലോചനാ യോഗത്തിൽ ഞാൻ പ്രപ്പോസ് ചെയ്തു, ഈ സായിപ്പിനെ മാത്രം ഇങ്ങനെ വാനോളം പൊക്കി പിടിക്കുന്നതിന് പകരം നമുക്ക് ഇന്ത്യൻ മിഷണറീസിനെ കുറിച്ച് എഴുതണം. മിഷണറീസ് വെസ്റ്റേണേഴ്സ് മാത്രമല്ലായിരുന്നു. എന്നിട്ട് ഞാൻ പ്രപ്പോസ് ചെയ്തു, എം.ഇ. ചെറിയാൻ സാറിന്റെ ജീവചരിത്രം ഈ വർഷം നമുക്ക് കൊടുക്കാമെന്ന്. അത് ഭയങ്കര കോൺട്രവേഴ്സിയായി മാറി. കാരണം എന്താണ്? എം.ഇ. ചെറിയാൻ സാർ വേർപെടാത്തത് കൊണ്ടാണോ? അല്ല. ജോലി രാജിവെക്കാത്തത് കൊണ്ടാണോ? അല്ല. താന് വളരെയധികം വില കൊടുക്കേണ്ടി വന്നു. കാരണം ഏറ്റവും ആദ്യ തലമുറ മിഷണറീസിലൊന്നായിരുന്നു. അപ്പം വില കൊടുക്കാത്തത് കൊണ്ടാണോ? അല്ല. കാരണം എം.ഇ. ചെറിയാൻ സാറ് ഒരു ഇന്ത്യനാണ്. നമ്മൾ ഇന്ത്യൻസിന്റെ ത്യാഗത്തെ, ഇന്ത്യൻസ് കൊടുത്ത വില പുച്ഛിക്കുന്നവരാണ്. അതേ സമയത്ത് ഇംഗ്ലണ്ടിൽ നിന്ന് ഇവിടെ വന്ന് ഇവിടെയുള്ള ആളുകളെ ചൂഷണം ചെയ്ത ആളുകളെ തലേ വെച്ചുകൊണ്ട് നടക്കും. മധ്യപ്രദേശിൽ സുവിശേഷ വേലയ്ക്ക് വേണ്ടി വന്ന മാഗ്രിഗർ എന്നും പറഞ്ഞ ഒരു സായിപ്പിന്റെ ജീവചരിത്രം GLS പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. എന്റെ പിതാവൊക്കെ പുള്ളിയുടെ വേലക്കാരനായിട്ടാണ് പുള്ളിയുടെ പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നത്. ആക്ച്വലി എന്റെ പിതാവ് സുവിശേഷ വേലയ്ക്ക് വേണ്ടി പോയത് ഒരു സായിപ്പുമായിട്ടും ബന്ധമില്ലായിരുന്നു. പപ്പായും M.A. തോമാച്ചായനും AC ജോണും പോളസ് കാന്റും ദൈവാത്മാവിന്റെ വിളി കേട്ട് പോയതാണ്.
എന്നാൽ ഇവർ വടക്കേ ഇന്ത്യയിൽ പോയി കഴിഞ്ഞപ്പോൾ ഇവർ പോയെന്നറിഞ്ഞ് ഇവരെ സായിപ്പ് വിട്ടതാണെന്നും സായിപ്പ് ഇവരെ പ്രോത്സാഹിപ്പിച്ചതാണെന്നും പറഞ്ഞ് ജീവചരിത്രം എഴുതി അത് GLS പബ്ലിഷ് ചെയ്തു. GLSനോട് പപ്പ റിക്വസ്റ്റ് ചെയ്തു, ഇത് അസത്യമാണ്, ഇത് പബ്ലിഷ് ചെയ്തതെന്ന്. എന്നാ നമ്മൾ സായിപ്പിന്റെ ചെരുപ്പേ നക്കികളായതുകൊണ്ട് GLS അത് പബ്ലിഷ് ചെയ്തു. അതിനവരൊരു ഒരു സ്വീറ്റ് ഒരു എക്സ്പ്ലനേഷൻ തന്നു. പുസ്തകത്തിന്റെ ചെലവ് സായിപ്പ് തന്നു. അതുകൊണ്ട് അപ്പോൾ സായിപ്പ് പുസ്തകത്തിന്റെ ചെലവ് തന്നതുകൊണ്ട് സായിപ്പിന് ഏത് അസത്യം വേണമെങ്കിലും എഴുതാം. റൂട്ട് കോസ് അതല്ല. റൂട്ട് കോസ് നമ്മുടെ ആളുകളെ മാനിക്കാൻ നമുക്കറിയത്തില്ല. സായിപ്പിനെ കാണുമ്പം കവാത്ത് മറക്കുന്ന നമ്മൾ സായിപ്പിന്റെ ചെരുപ്പേ നക്കികളായിട്ട് അവരുടെ ബയോഗ്രാഫീസിനെ പ്രൊമോട്ട് ചെയ്യുന്നു. അവർ ഒന്നും ചെയ്തില്ല എന്ന് ഞാൻ പറയുന്നില്ല, അവർ ചെയ്തു. എന്നാൽ അതുപോലെ തന്നെ ത്യാഗം സഹിച്ചവരാണ് ഇന്ത്യയിലെ ആദ്യ തലമുറ വേർപാട് വിശ്വാസികളും വേർപാട് സുവിശേഷകന്മാരും. വേർപാട് വിശ്വാസികൾ ത്യാഗം ചെയ്തെന്നുള്ളതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമായി ഇന്ന് പലർക്കും അത് അറിയത്തുപോലും ഇല്ല. എവറി ഡേ ഈ വേർപാട് പ്രസ്ഥാനം തുടങ്ങിയ സമയത്ത് വേർപാട് സമൂഹത്തിൽ, കേരള വേർപാട് സമൂഹത്തിൽ വളരെയധികം പട്ടിണിയും ക്ഷാമവും ഒക്കെ ആയിരുന്നതുകൊണ്ട് വളരെ ത്യാഗം സഹിച്ചാണ് വിശ്വാസികൾ സഭയെ സപ്പോർട്ട് ചെയ്തത്. എവറി ഡേ വീട്ടിൽ ചോറ് വെക്കാൻ വേണ്ടി ഇപ്പൊ 2 അരി വേണമെങ്കിൽ അമ്മമാർ അതെടുത്ത് പാറ്റി കല്ലെല്ലാം പെറുക്കി കഴിഞ്ഞ് അത് കലത്തിൽ ഇടുന്നതിന് മുമ്പ് അതിൽ നിന്ന് ഒരു പിടിയരി എടുത്ത് മാറ്റുമായിരുന്നു. അതിന് പിടിയരി എന്നായിരുന്നു പറയുന്നത്. ആ പിടിയരി ഒരു ഭരണിയിലോട്ടിടും. എന്നിട്ട് അടുത്ത സൺഡേ അല്ലെങ്കിൽ മാസത്തിന്റെ 1ാമത്തെ ആഴ്ച അത് സഭയെ കൊണ്ടുപോകും. അവിടെ ലേലം വിളിക്കുക. ആ കാശ് സഭകളെ സപ്പോർട്ട് ചെയ്യാനാണ് പോയത്. അതുപോലെ അമ്മമാര് കോഴി വളർത്തുമായിരുന്നു. അതിന്റെ മുട്ടയിൽ നിന്നൊരു പോർഷൻ ലേലം വിളിക്കാൻ ചർച്ചിനോട് കൊടുക്കുമായിരുന്നു. അങ്ങനെ ത്യാഗം സഹിച്ച് അമ്മമാര് 1ാം തലമുറയിൽ വേർപാട് സഭയെ സമൂഹത്തെ സപ്പോർട്ട് ചെയ്തായിരുന്നു എന്നുള്ള കാര്യം ഞാൻ ഓർപ്പിക്കട്ടെ. YMEFന് ഇന്ന് നോർത്ത് ഇന്ത്യയിൽ വലിയൊരു മിഷണറി പ്രവർത്തനമുണ്ട്. ആ മിഷണറി പ്രവർത്തനത്തിന് വേണ്ടി ആദ്യത്തെ വാഹനം വാങ്ങിച്ചത് ഒരു വിധവ തന്റെ വഞ്ചിക്കുറ്റി കൊണ്ട് YMEFന് കൊടുത്തത് കൊണ്ടാണെന്നുള്ള സ്റ്റോറി നിങ്ങൾക്കറിയാം. എന്നാൽ ഈ ത്യാഗം ചെയ്ത ആളുകളെ കുറിച്ച് ഇന്ന് നമ്മളൊന്നും കേൾക്കുന്നില്ല. കാരണം നമ്മുടെ ആളുകൾ പുച്ഛമാണ്. ഗലാത്യ ലേഖനം വായിക്കുമ്പോൾ നാം മനസ്സിലാക്കേണ്ടത് വിശ്വാസികൾ അവരുടെ ജീവിതത്തിൽ ചെയ്ത ത്യാഗം അവരെ ഓർപ്പിക്കേണ്ടത് ആവശ്യമാണ്. ഒരു മിനിറ്റ്. വിശ്വാസികൾ വിശ്വാസമാർഗത്തിൽ നിന്ന് മാറിപ്പോയാൽ അവരെ ഓർപ്പിക്കേണ്ടത് ആവശ്യമാണ്. എന്നാൽ വിശ്വാസികൾ വിശ്വാസമാർഗത്തിന്റെ സമർപ്പണത്തിൽ നിന്ന് മാറിപ്പോകാതിരിക്കാൻ വേണ്ടി ബയോഗ്രാഫീസ്, ജീവചരിത്രം വായിപ്പിക്കുകയും ചെയ്യേണ്ടതാണ്. ക്രിസ്തീയ സമൂഹം, പ്രത്യേകിച്ച് വേർപാടുകാർ, വിശ്വാസികളുടെ ജീവചരിത്രം വാങ്ങിച്ച് അവരുടെ മക്കൾക്ക് കൊടുക്കണം എന്ന് ഞാൻ പ്രത്യേകം ഓർപ്പിക്കുന്നു. പെട്ടെന്ന് എൻ്റെ ഓർമ്മയിൽ ഒരു 5-6 ജീവചരിത്രങ്ങൾ വരുന്നുണ്ട്. ചെറിയാൻ സാറിന്റെ അവൈലബിൾ ആണ്, VT മത്തായിച്ചന്റെ അവൈലബിൾ ആണ്, അതുപോലെ വേറെ പലരുടെ അവൈലബിൾ ആണ്. നിങ്ങളത് വാങ്ങിച്ച് മക്കൾക്ക് കൊടുക്കണം. അങ്ങനെ പറയുമ്പം പെട്ടെന്ന് ഒരു പ്രതികരണം ലഭിക്കുന്നത്, ബ്രദറെ വലിയ വിലയാണ്. ന്യൂസ് പേപ്പർ വരുത്തുന്നവർ ഒരു മാസം മലയാള മനോരമയ്ക്ക് എനിക്ക് ഒന്ന് 220, 230, 250 രൂപ കൊടുക്കും ഒരു മാസം. അത്രയൊന്നും വേണ്ട ഇവരുടെ ജീവചരിത്രത്തിന്. മലയാള മനോരമയിൽ നിന്ന് നിങ്ങളുടെ മക്കൾക്ക് എന്താണ് കിട്ടുന്നത്? സിസ്റ്റേഴ്സ് ആൻഡ് ബ്രദേഴ്സ്, നമ്മൾ ഏത് കാര്യത്തിനാണ് ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് അത് മനസ്സിലാക്കി ആ ഗലാത്യരെ 1ാം തലമുറയിൽ തന്നെ ദൈവാത്മാവ് ഓർപ്പിക്കേണ്ടി വന്നതുപോലെ 2ാമത്തെയും 3ാമത്തെയും തലമുറയൊക്കെ നമ്മൾ അതിനു വേണ്ടി കാശ് ചെലവാക്കി നമ്മുടെ മക്കളെ ഓർപ്പിക്കണം. മക്കളെ, ഇത് വളരെയധികം വില കൊടുത്ത് നമുക്ക് ലഭിച്ച വിശ്വാസമാണ്. പ്ലീസ് റിമെമ്പർ ദിസ്. ആൻഡ് ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ്, നിങ്ങൾ ന്യൂസ് പേപ്പർ നിർത്തേണ്ടി വന്നാൽ, ഇക്കാലത്തെ ന്യൂസ് പേപ്പർ വലിയ ആവശ്യമൊന്നുമില്ല. കാരണം നമ്മുടെ മൊബൈലിൽ എല്ലാ ന്യൂസ് പേപ്പേഴ്സും അവൈലബിൾ ആണ്. ഞാൻ നോർത്ത് ഇന്ത്യയിൽ വളർന്നവനായതുകൊണ്ട് ഞാൻ നോർത്ത് ഇന്ത്യയിലെ ഹിന്ദി ന്യൂസ് പേപ്പർ റെഗുലറായിട്ട് വായിക്കാറുണ്ട്. മൊബൈലിലാണ് വായിക്കുന്നത്, ഫ്രീ ആണ്. അങ്ങനെ വേണ്ടി വന്നാലേ ഈവൻ ന്യൂസ് പേപ്പർ നിർത്തണം. എന്നാൽ മക്കൾക്ക് ജീവചരിത്രം വാങ്ങിച്ചു കൊടുക്കണം എന്ന് ഞാൻ ഓർപ്പിക്കട്ടെ, അഭ്യർത്ഥിക്കട്ടെ. ഇവിടെ ദൈവാത്മാവ് ചോദിക്കുന്നു, ഓക്കെ, പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മധ്യ പ്രവർത്തിച്ചു, നിങ്ങളുടെ കർമ്മം കൊണ്ടാണോ
അല്ല, വിശ്വാസത്താലെയാണ്. ഇതേ കാര്യം ദൈവവചനത്തില് വേറെ പലയിടത്ത് ഇതുമായിട്ട് സിമിലർ ആശയങ്ങൾ നാം കാണുന്നുണ്ട്. അപ്പോസ്തല പ്രവൃത്തി 4:30 നാം വായിക്കുന്നത്, അപ്പോസ്തല പ്രവൃത്തി 4:30, നീ കൈനീട്ടി സൗഖ്യമാക്കുവാനും നിന്റെ വിശുദ്ധദാസനായ യേശുവിന്റെ നാമത്താൽ അടയാളങ്ങൾ അത്ഭുതങ്ങൾ നടപ്പാനും തരേണമേ. ഇത് ഒരു അഭ്യർത്ഥനയാണ്. ഇത് ഞങ്ങൾ കർത്താവെ, ഞങ്ങൾ ന്യായപ്രമാണം അനുസരിച്ച് നടക്കുന്ന അതുകൊണ്ടല്ല, യേശുവിന്റെ നാമത്താൽ കർത്താവായ യേശു ക്രിസ്തുവിനെ വിശ്വസിച്ചതിന്റെ കാരണം കൊണ്ട് ചെയ്യണമെന്നാണ് ഈ പ്രാർത്ഥന. എബ്രായ ലേഖന 2:4 പറയുന്നത്, എബ്രായർ 2:4, ദൈവവും അടയാളങ്ങളാലും അത്ഭുതങ്ങളാലും വിവിധ വീര്യപ്രവർത്തികളാലും തന്റെ ഇഷ്ടം പോലെ പരിശുദ്ധാത്മാവിന്റെ വരങ്ങളുടെ വിഭാഗങ്ങളാലും സാക്ഷ്യം കൊടുത്തു പോന്നു. ഒന്നാം തലമുറയിൽ നടന്ന കാര്യങ്ങളാണ്. അത് ദൈവവചനം ഗലാത്യ ലേഖനത്തിൽ മാത്രമല്ല, ദൈവവചനം അത് പലയിടത്ത് ഓർപ്പിക്കുന്നുണ്ട്. ദൈവാത്മാവ് അവരുടെ മധ്യേ പ്രവർത്തിച്ചത് അവർ ന്യായപ്രമാണം ആചരിച്ചത് കൊണ്ടല്ല, അവർ കർത്താവിനെ വിശ്വസിച്ചത് കൊണ്ടാണ്. ആ വിശ്വാസത്താലെയാണ്. 1 കൊരിന്ത്യർ 12:10 ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യമാണ് ഓർപ്പിക്കുന്നത്. 1 കൊരിന്ത്യർ 12:10, ഒരുവന് വീര്യപ്രവർത്തികൾ, ഒരുവന് പ്രവചനം, ഒരുവന് ആത്മാക്കളുടെ വിവേചനം, ഒരുവന് വിവിധ ഭാഷകൾ, ഒരുവന് ഭാഷകളുടെ വ്യാഖ്യാനം. ഈ ഒന്നാം തലമുറയിൽ ദൈവാത്മാവിനെ വിശ്വസിച്ച്, ദൈവാത്മാവ് അയച്ച സന്ദേശം വിശ്വസിച്ച് കർത്താവായ യേശുക്രിസ്തുവിനെ രക്ഷിതാവായിട്ട് സ്വീകരിച്ചപ്പോൾ ദൈവാത്മാവ് കൊടുത്ത കാര്യങ്ങളാണ്. ഇതൊന്നും അവർ ന്യായപ്രമാണം ആചരിച്ചത് കൊണ്ടല്ലെന്ന് ദൈവാത്മാവ് ഈ വാക്യങ്ങളിൽ ഓർപ്പിക്കുന്നു. സോ ഗലാത്യ ലേഖനം 3:5 ഒരു ലക്ഷ്യോന്മുഖിയായ ചോദ്യങ്ങൾ അവരോട് ചോദിക്കുന്നത്, നിങ്ങളുടെ മധ്യേ ദൈവം ചെയ്തത് നിങ്ങൾ ന്യായപ്രമാണം ആചരിച്ചത് കൊണ്ടാണോ വിശ്വസിച്ചത് കൊണ്ടാണോ? വിശ്വസിച്ചത് കൊണ്ടാണ് എന്ന് അവർ പറഞ്ഞേ പറ്റൂ. അത് തന്നെ ദൈവവചനത്തിലുള്ള മറ്റു ഭാഗങ്ങളും പറയുന്നു. നാം വിശ്വസിച്ച സമയത്തെ കാര്യങ്ങൾ ദൈവം എങ്ങനെ പ്രവർത്തിച്ചു എന്ന് നാം ഒരിക്കലും മറക്കല്ല്. ആൻഡ് അത് ജീവചരിത്രങ്ങൾ വായിച്ച് നാം അത് പിന്നെയും അത് നമ്മെ തന്നെ ഓർപ്പിക്കണം എന്ന് മാത്രമല്ല, നമ്മുടെ മക്കളെ ഓർപ്പിക്കണം എന്നുള്ള കാര്യം ഇവിടെ പറയട്ടെ. അതുകൊണ്ട് ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ്, വേണ്ടി വന്ന ന്യൂസ് പേപ്പർ നിർത്തിയാൽ സാരമില്ല. വേർപെട്ട വിശ്വാസികൾ എന്തെല്ലാം ത്യാഗം സഹിച്ചു എന്നുള്ളത് നമ്മുടെ മക്കളെ ഓർപ്പിക്കേണ്ടത് ആവശ്യമാണ്. ഇത് വിട്ട് 6ാമത്തെ വാക്യത്തിലോട്ട് പോകുന്നതിന് മുൻപ് ഒരു കാര്യം കൂടെ ഓർപ്പിക്കട്ടെ. ദൈവജനം ബുക്സ് വാങ്ങിച്ച് തങ്ങളുടെ മക്കൾക്ക് കൊടുക്കുന്ന കാര്യം വളരെ ലാഘവത്തോടെയാണ് ഇന്ന് എടുക്കുന്നത്. അതിന്റെ കാരണം കൊണ്ട് ബ്രദറൻ എഴുത്തുകാരുടെ ബുക്സ് ചെലവാകുന്നില്ല. ബ്രദറൻ എഴുത്തുകാരുടെ ബുക്സ് വിൽക്കുന്ന കടകളൊക്കെ നഷ്ടത്തിലാണ്. അതേ സമയത്ത് മാർത്തോമാക്കാരുടെ ഒരേക ബുക്ക് ഷോപ്പ് ഉണ്ട് തിരുവല്ലയില്. അതൊന്ന് പോയി എല്ലാ വിശ്വാസികളും കാണണം. പുസ്തകങ്ങൾ കച്ചവടം ചെയ്ത് മാത്രം 20ഓളം ആളുകൾക്ക് അവർ ജോലി കൊടുക്കുന്നു. നല്ല ശമ്പളം അവർ കൊടുക്കുന്നു. കാരണം മാർത്തോമാക്കാര് ബുക്സ് വാങ്ങിക്കുന്നു, വായിക്കുന്നു. അതും 10-20 രൂപയുടെ ബുക്സ് അല്ല. അവിടെ ബുക്ക് ഷോപ്പിൽ ചെന്ന് കഴിഞ്ഞാൽ 1/3 ഭാഗത്ത് ഇന്ത്യൻ ബുക്സ് ആണെങ്കിൽ 60-70% ഭാഗം വിദേശ ബുക്സാ. അത് ഒരു ബുക്കിന് 1500, 2000, 3000, 4000 ഒക്കെ അവർ വാങ്ങിക്കുന്നുണ്ട്. നമ്മള് അത് കണ്ട് അത് നമുക്ക് ലജ്ജ തോന്നണം, നമ്മൾ നമ്മുടെ മക്കളെ എങ്ങനെ അവഗണിക്കുന്നെന്ന്. അതുപോലെ തന്നെ DC ബുക്സിന്റെ ഒരു ബുക്ക് ഷോപ്പ് ഉണ്ട് തിരുവല്ലയില്. ഞാൻ ഈ ക്യാമ്പിനും കോൺഫറൻസിനും ഒക്കെ പോകുന്ന സമയത്ത് പലപ്പോഴും അവിടെ എക്സിബിഷൻ നടക്കാറുണ്ട്. എക്സിബിഷൻ നടക്കുമ്പോൾ കുറച്ച് ഡിസ്കൗണ്ട് കിട്ടും. അതുകൊണ്ട് ഞാൻ തീർച്ചയായിട്ടും കയറാറുണ്ട്. ഈ ബുക്ക് ഷോപ്പിൽ എക്സിബിഷന്റെ സമയത്ത് കയറുമ്പം വളരെ ലജ്ജാജനകമായ ഒരു കാര്യം ഞാൻ കാണുന്നത്, വിശ്വാസികൾ അവരുടെ മക്കളെയും കൊണ്ടുവരുന്നു. മക്കൾക്ക് ആവശ്യത്തിന് സെക്യുലർ ബുക്സ്, കഥാപുസ്തകങ്ങൾ, നോവൽസ്, അതല്ലാതെ തന്നെ ഈ ലോകപ്രകാരം ജഡത്തെ പോഷിപ്പിക്കുന്ന രീതിയിലുള്ള പല ബുക്സ് വാങ്ങിച്ചു കൊടുക്കുന്നു. അതിന് കാശ് ചെലവാക്കാൻ അവർക്ക് മടിയൊന്നുമില്ല. ഞാൻ അവിടെ നിന്ന് കാണാറുണ്ട്. കാരണം അവിടെയുള്ള സ്റ്റാഫ് എല്ലാം എനിക്ക് പരിചയമുള്ളവരായതുകൊണ്ട് എനിക്ക് അവിടെ നിൽക്കാനും നോക്കാനും നല്ല ഫ്രീഡം ഉണ്ട്. വളരെ ലജ്ജാജനകമായ കാര്യമാണ് വേർപാടുകാർ വന്ന് അവരുടെ മക്കൾക്ക് സെക്യുലറായിട്ടുള്ള പുസ്തകങ്ങൾ വാങ്ങിച്ചു കൊടുക്കുന്നു. അതേ വേർപാടുകാർക്ക് വേർപെട്ട എഴുത്തുകാരുടെ ബുക്സ് വാങ്ങിച്ച് അവരുടെ മക്കൾക്ക് കൊടുക്കാൻ സാധിക്കുന്നില്ല. അതിലൊരാള്, ഞാൻ അവിടെ അടുത്ത് തന്നെ ഉള്ള ഒരു
പെന്തിക്കോസ്ത് ബുക്ക് ഷോപ്പിൽ ഒരു പ്രാവശ്യം ബുക്ക് വാങ്ങിക്കാൻ കയറിയപ്പം ഒരു വേർപാടുകാരൻ എന്നോട് പറഞ്ഞു, ബ്രദർ എന്തൊരു വിലയാണ് ഈ ബുക്സിന്. എന്താണ് വില? ഒരു 250 രൂപയുള്ള ഒരു പുസ്തകത്തിന്. ഇതേ ആളുകൾ അവരുടെ മക്കളെയും കൊണ്ട് DC ബുക്സിൽ പോയി 500-ന്റെയും 600-ന്റെയും 800-ന്റെ 1000-ന്റെ 1500-ന്റെയും വാങ്ങിച്ചു കൊടുക്കുന്നു. ചിലർ അതിനേക്കാൾ കൂടുതൽ വാങ്ങിച്ചു കൊടുക്കുന്നു. എന്നാൽ 250 രൂപയുടെ ഒരു ബുക്ക് തങ്ങളുടെ മക്കൾക്ക് വാങ്ങിച്ചു കൊടുക്കാൻ അവർക്ക് മടിയാണ്. ഇത് ഞാൻ പ്രത്യേകം ഓർപ്പിച്ചത്, നമ്മൾ നമ്മുടെ മക്കൾക്ക് വായിക്കുവാൻ എന്ത് മെറ്റീരിയലാ കൊടുക്കുന്നത്, അത് അവരുടെ ആത്മീക ജീവിതത്തിനെ, അവരുടെ ചിന്താഗതിയെ രൂപവൽക്കരിക്കുന്നു. നമ്മൾ ഏത് രീതിയിലാണ് അവരുടെ ചിന്താഗതിയെ ഷേപ്പ് ചെയ്യുന്ന, രൂപവൽക്കരിക്കുന്നത്. അതിന്റെ കൂടെ പെട്ടെന്നൊരു കാര്യം ഓർപ്പിക്കട്ടെ, പരദേശി മോക്ഷയാത്ര പോലുള്ള ബുക്സ് നമ്മളെല്ലാവരും നമ്മുടെ മക്കൾക്ക് വാങ്ങിച്ചു കൊടുക്കണം. നമ്മൾ വായിച്ചിട്ടില്ലെങ്കിൽ വായിച്ചിട്ടില്ലാത്തവർ അത് തീർച്ചയായിട്ടും വാങ്ങിച്ചു വായിക്കണം. പരദേശി മോക്ഷയാത്രയൊക്കെ പല എഡിഷൻസിൽ മലയാളത്തിൽ ഇംഗ്ലീഷിലും ലഭ്യമാണ്, വാങ്ങിച്ചു കൊടുക്കണം. അതുപോലെ C.S. ലൂയിസിന്റെ ചില ബുക്സ്, പ്രോബ്ലം ഓഫ് പെയിൻ, സ്ക്രൂ ടേപ്പ് ലെറ്റേഴ്സ്, ഇതൊക്കെ നമുക്ക് നമ്മുടെ മക്കൾക്ക് വാങ്ങിച്ചു കൊടുക്കണം. നിങ്ങൾ ചിലപ്പോൾ പറഞ്ഞിരിക്കും, ബ്രദറെ എല്ലാം മൊബൈലിൽ അവൈലബിൾ ആണ്. സത്യമാണ്, ലഭ്യമാണ്. C.S. ലൂയിസിന്റെ അവൈലബിൾ അല്ല, അത് കോപ്പിറൈറ്റഡ് ആണ്. എന്റെ ചോദ്യം, നമ്മുടെ മക്കൾ വായിക്കാറുണ്ടോ? ലഭ്യമാണോ എന്നുള്ളതല്ല പ്രശ്നം, മക്കൾ വായിക്കാറുണ്ടോ എന്നുള്ളതാണ് പ്രശ്നം. മെഡിക്കൽ ഷോപ്പിൽ മരുന്നുണ്ടോ എന്നുള്ളതല്ല പ്രശ്നം, നമുക്ക് പ്രിസ്ക്രൈബ് ചെയ്ത മരുന്ന് വാങ്ങിച്ച് നമ്മൾ കഴിക്കുന്നുണ്ടോ എന്നാണ് പ്രശ്നം. സോ നമ്മുടെ ആത്മീക ജീവിതത്തിന്റെ ഫൗണ്ടേഷൻസ് അത് എങ്ങനെയായിരുന്നു എന്ന് നമ്മെ തന്നെ ഓർപ്പിക്കുകയും നമ്മുടെ മക്കളെ ഓർപ്പിക്കുകയും ചെയ്യേണ്ടത് വളരെ ആവശ്യമാണ്. ഗലാത്യയിലെ ദൈവാത്മാവ് അതാണ് ചെയ്തത്. 3-ാം അധ്യായത്തിന്റെ 1-ാമത്തെ സെക്ഷൻ ആയിരുന്നു ഇത്. 3-ാമത്തെ അധ്യായത്തിന്റെ 1-ാമത്തെ സെക്ഷൻ 1 തൊട്ട് 5 വാക്യങ്ങൾ. ഈ 5 വാക്യങ്ങളിൽ ദൈവാത്മാവ് ഓർപ്പിച്ചത്, ദൈവം വിശ്വാസത്തിൽ കൂടെ നമ്മുടെ മധ്യേ പ്രവർത്തിച്ചു കഴിഞ്ഞ്, ദൈവം പ്രവർത്തിച്ചു എന്ന് മനസ്സിലാക്കി കഴിഞ്ഞ് ആ വിശ്വാസത്തെ ത്യജിച്ച് ന്യായപ്രമാണത്തിലേക്ക് മടങ്ങുന്നത് ഭോഷത്വമാണ്. ഇതാണ് ഈ 5 വാക്യങ്ങളിൽ നാം കണ്ടത്. അത് കഴിഞ്ഞ് 6 തൊട്ട് 9 വാക്യങ്ങൾ അടുത്ത സെക്ഷനാണ്. 6 തൊട്ട് 9 വാക്യത്തിൽ ദൈവാത്മാവ് ഓർപ്പിക്കുന്നത്, നമ്മളൊക്കെ യഹൂദന്മാരാണല്ലോ, നമ്മൾ അബ്രഹാമിനെ പിതാവായിട്ട് അംഗീകരിക്കുന്നുണ്ടല്ലോ, അബ്രഹാം പിതാവിന്റെ വിശ്വാസം നീതീകരണത്തിന് വേണ്ടി നമുക്ക് ഒരു മാതൃകയാണ്. ഇവിടെ ഞാൻ പറഞ്ഞ കാര്യം തന്നെയാണ്. നമ്മുടെ പിതാക്കന്മാരുടെ വിശ്വാസം അത് മക്കളെ ഓർപ്പിക്കുക. ഇവിടെ വിശ്വാസികളെ ഓർപ്പിക്കുന്നു, നമ്മൾ നമ്മെ തന്നെ ഓർപ്പിക്കണം, നമ്മുടെ മക്കളെ ഓർപ്പിക്കണം എന്നുള്ള കാര്യം ഈ വാക്യം 6 തൊട്ട് 9-ന്റെ അടിസ്ഥാനത്തിൽ ഞാൻ പെട്ടെന്ന് പറയട്ടെ. അപ്പൊ 6 തൊട്ട് 9 അവർക്ക് വിശ്വാസത്താലെയാണ് നീതീകരണം ലഭിച്ചത് എന്ന് അവരെ കൊണ്ട് ലക്ഷ്യോന്മുഖിയായ ചോദ്യങ്ങളിൽ കൂടെ സമ്മതിപ്പിച്ചു കഴിഞ്ഞ്, അവർ സമ്മതിച്ചതിനെ കുറച്ചുകൂടെ ഒന്ന് ഉറപ്പിക്കുവാൻ വേണ്ടി പഴയ നിയമത്തിൽ നിന്ന് ഒരു ഉദാഹരണം. നമ്മുടെ പിതാവ് അബ്രഹാം പിതാവ് രക്ഷ പ്രാപിച്ചു, നീതീകരണം പ്രാപിച്ചു. അതെങ്ങനെ പ്രാപിച്ചു? ദൈവവചനം പറയുന്നത് വിശ്വാസത്താലെയാണ് നീതീകരണം പ്രാപിച്ചത്. അപ്പൊ അവരുടെ വിശ്വാസത്തെ ഉറപ്പിക്കുകയാണ്. 6 തൊട്ട് 9 വാക്യങ്ങളിലാണ് നമ്മൾ ഇത് കാണുന്നത്. 6-7 നമുക്കൊന്ന് വായിക്കാം. ഗലാത്യ ലേഖനം 3-ാം അധ്യായം 6-7. അബ്രഹാം ദൈവത്തിൽ വിശ്വസിച്ചു, അത് അവന് നീതിയായി കണക്കിട്ടു എന്നുണ്ടല്ലോ. അതുകൊണ്ട് വിശ്വാസികൾ അത്ര അബ്രഹാമിന്റെ മക്കൾ എന്ന് അറിവീൻ. ഉപദേശത്തിന്റെ കൂടെ എപ്പോഴും ഉപദേശം വ്യക്തമാക്കുവാൻ വേണ്ടി ഉദാഹരണങ്ങൾ കൊടുത്തു പോകണം. ദൈവവചനത്തിൽ നിന്നും ആകാം, ദൈവവചനത്തിന്റെ പുറത്തു നിന്നും ആകാം, എന്ന ഉദാഹരണം വളരെ ആവശ്യമാണ്. ഇതിനു മുൻപ് ഞാൻ ഓർപ്പിച്ച കാര്യമാണ്. നമ്മുടെ പലര് പറയുന്ന ഒരു കാര്യം, ബൈബിൾ ക്ലാസ്സോ അത് ഒരു കേട്ട് ആസ്വദിക്കാൻ സാധിക്കത്തില്ല. ബൈബിൾ ക്ലാസ് എടുക്കുന്നവരും പറയാറുണ്ടോ, ബൈബിൾ ക്ലാസ് ആരും ശ്രദ്ധിക്കാറില്ല. ബൈബിൾ ക്ലാസ് ആരും ശ്രദ്ധിക്കാറില്ലെങ്കിൽ അത് അവരെ കൊണ്ട് ശ്രദ്ധിപ്പിക്കാൻ നാം പ്രവർത്തിക്കാത്തത് കൊണ്ടാണ്. ദൈവവചനം പഠിപ്പിക്കുന്ന ചുമതല ദൈവം ആർക്ക് കൊടുത്തിട്ടുണ്ട്? അവർ ദൈവവചനം വളരെ അധ്വാനിച്ചു പഠിക്കുകയും ഈ ദൈവവചനത്തിൽ പറയുന്ന ഓരോ ഡോക്ട്രീന്റെ പ്രായോഗിക തലത്തെ മനസ്സിലാക്കുകയും ഈ പ്രായോഗിക തലം ദൈവജനത്തിന് പറഞ്ഞു കൊടുക്കുകയും ചെയ്യണം. അങ്ങനെ ഒരു കംപ്ലീറ്റ് ഒരു പാക്കേജ് ആയിട്ട് ബൈബിൾ സ്റ്റഡി പ്രസന്റ് ചെയ്തെങ്കിൽ ദൈവജനം
അത് അറ്റൻഡ് ചെയ്യത്തുള്ളൂ എന്നുള്ള കാര്യം ഞാൻ ഓർപ്പിക്കട്ടെ. ഈ ഈ 6ഉം 7ഉം വാക്യങ്ങളിൽ അബ്രഹാമിന് ലഭിച്ചത് ദൈവത്തിൽ നിന്നാണെന്ന് ഓർപ്പിച്ചു കഴിഞ്ഞ് അതിന്റെ ഇംപ്ലിക്കേഷൻ, അതിന്റെ റിസൾട്ട് 6ആം വാക്യത്തിൽ അബ്രഹാം ദൈവത്തിൽ വിശ്വസിച്ചു, അത് അവന് നീതിയായിട്ട് കണക്കിട്ടു എന്നുണ്ടല്ലോ. ഓക്കെ, അതുണ്ടെങ്കിൽ എന്നാണ് പ്രാക്ടിക്കൽ ആപ്ലിക്കേഷൻ? 7ആം വാക്യം, അതുകൊണ്ട് വിശ്വാസികളത്രേ അബ്രഹാമിന്റെ മക്കൾ എന്നറിവീൻ. ഉപദേശം പറഞ്ഞു കഴിഞ്ഞ് അതിന്റെ പ്രായോഗിക തലവും ഇവിടെ ദൈവാത്മാവ് പറയുന്നു. ഇത് നമ്മുടെ ടീച്ചിങ്ങിലും ഉണ്ടാകണം. പ്രത്യേകിച്ച് മക്കളെ നമ്മൾ ദൈവവചനം പഠിപ്പിക്കുമ്പോൾ ഉപദേശം പഠിപ്പിക്കുകയും ദൈവവചനത്തിലുള്ള, പ്രത്യേകിച്ച് കുട്ടികളോട് നമ്മൾ കഥ പറയാറുണ്ട്. ദൈവവചനത്തിലെ കഥകൾ പറയുമ്പോൾ അതിന്റെ പ്രായോഗിക വശങ്ങളൂടെ നമ്മുടെ മക്കളോട് പറഞ്ഞു പോകണം എന്ന് ഞാൻ ഓർപ്പിക്കട്ടെ. സഹോദര സഹോദരിമാർക്ക് ഓർമ്മയുണ്ടായിരിക്കും, ചില മാസങ്ങൾക്ക് മുൻപ് ദൈവം ഏദൻ തോട്ടം സൃഷ്ടിക്കുകയും ആദാം ഹവ്വായെ അവിടെ വെക്കുകയും ചെയ്തതും, അവിടെ 2 വൃക്ഷങ്ങൾ വെച്ചതും, നന്മയും തിന്മയുടെ അറിവിന്റെ വൃക്ഷത്തിന്റെ ഫലം കഴിക്കരുതെന്ന് മനുഷ്യനോട് പറഞ്ഞതും മനുഷ്യൻ ചെയ്തതും, ആ സ്റ്റോറി അത് എങ്ങനെ വ്യാഖ്യാനിക്കണം എന്ന് ഞാൻ നിങ്ങളെ ഓർപ്പിച്ചായിരുന്നു. നമ്മൾ മക്കളെ ആ സ്റ്റോറി പഠിപ്പിക്കുമ്പോൾ യാന്ത്രികമായിട്ട് ആ കഥ പറഞ്ഞു പോകുകയല്ല ചെയ്യേണ്ടത്. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ ദൈവവചനം നമ്മുടെ മക്കളെ പഠിപ്പിക്കാൻ പരാജയപ്പെടുകയാണ്. ദൈവവചനം നമ്മൾ നമ്മുടെ മക്കളെ പഠിപ്പിക്കുമ്പോൾ, സഭയെ പഠിപ്പിക്കുമ്പോഴും മക്കളെ പഠിപ്പിക്കുമ്പോഴും അതിന്റെ പ്രായോഗിക തലം കൂടെ പറഞ്ഞു പോകണം. ഇതെന്റെ മനസ്സിലെ വലിയൊരു ഭാരമായിരുന്നു. ഞാൻ ഓർപ്പിക്കട്ടെ, എന്റെ മക്കൾ ജനിച്ചു കഴിഞ്ഞപ്പോൾ അവരെ റെഗുലറായിട്ട് ബൈബിൾ പഠിപ്പിക്കണം, ബൈബിളിലെ കഥകൾ പഠിപ്പിക്കണം, ആ കഥകളുടെ പ്രായോഗിക തലം കൂടെ പഠിപ്പിച്ചു പോകണം എന്നാഗ്രഹം ഉണ്ടായിരുന്നു. വളരെയധികം അന്വേഷിച്ചു, അതിന് സ്യൂട്ടബിൾ ഒരു ബുക്ക് കിട്ടിയില്ല. 40 വർഷം മുമ്പ് ഞാൻ എൻ്റെ വൈഫിന് അതൊരു പ്രൊജക്റ്റ് ആയിട്ട് കൊടുത്തു. നീ ഇങ്ങനെ ഒരു പുസ്തകം എഴുതണം, അതിൽ സ്റ്റോറിയുടെ പ്രായോഗിക വശം, അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു വാക്യം. വൈഫ് ഇപ്പൊ ആ പുസ്തകം എഴുതിക്കൊണ്ടിരിക്കുകയാണ്. ദൈവം അനുവദിച്ചാൽ 2025 അത് എഴുതി തീരും എന്ന് പ്രതീക്ഷിക്കുന്നു. എഴുതി തീരാൻ വേണ്ടി നിങ്ങളും പ്രാർത്ഥിക്കണം. 40 വർഷം നീണ്ടു നിന്ന ഒരു പ്രൊജക്റ്റാണ്. അതിനുവേണ്ടി പുള്ളിക്കാരി 40 വർഷവും കിട്ടുന്ന റിസോഴ്സസ് എല്ലാം കളക്ട് ചെയ്തു. പിന്നെ ഇപ്പോഴാണ് ഞങ്ങളൊന്ന് ഫ്രീ ആയത്. എന്തിന് ഈ 40 വർഷം ഞാൻ മറക്കാതെ? എന്തുകൊണ്ട്? പ്ലീസ് ഡു ഇറ്റ് എന്ന് പറഞ്ഞ്. ബിക്കോസ് നമ്മൾ കുട്ടികളെ സൺഡേ സ്കൂളിലും വീടുകളിലും ബൈബിളിലെ കഥകൾ പഠിപ്പിക്കുമ്പോൾ അത് വെറും യാന്ത്രികമായിട്ടാണ് ഒരു നല്ല ശതമാനം ആളുകൾ പഠിപ്പിക്കുന്നത്. എന്നാൽ ഇവിടെ ഗലാത്യ ലേഖനം 3-ാം അധ്യായം 6ഉം 7ഉം വാക്യം നമുക്കൊരു മാതൃകയാണ്. 6ആം വാക്യത്തിൽ ഒരു പ്രിൻസിപ്പിൾ പറഞ്ഞിട്ട് 7ആം വാക്യത്തിൽ അതിൽ നിന്നുള്ള പ്രായോഗിക നിഗമനം ദൈവാത്മാവ് പഠിപ്പിക്കുന്നു. ഇവിടെ ദൈവാത്മാവ് ചെയ്തത് ഞാൻ പെട്ടെന്നൊന്ന് റിവ്യൂ ചെയ്യട്ടെ. അവർക്ക് ഓൾറെഡി അറിയാവുന്ന, ഗലാത്യയിലെ വിശ്വാസികൾ എന്ന് പറഞ്ഞാൽ മെജോറിറ്റി യഹൂദന്മാരായിരുന്നു. അവർക്ക് ഓൾറെഡി പഴയ നിയമത്തിൽ നിന്ന് അറിയാവുന്ന ഒരു ചരിത്രകഥ എടുത്തു. ആ ചരിത്രകഥ, അബ്രഹാമിന്റെ ചരിത്രകഥ എടുത്തിട്ട് ആ ചരിത്രകഥയിൽ കൂടെ രക്ഷ അല്ലെങ്കിൽ നീതീകരണം വിശ്വാസത്തിൽ കൂടെയാണ് അല്ലെങ്കിൽ കൃപയിൽ കൂടെയാണെന്നുള്ളത് എക്സ്പ്ലെയിൻ ചെയ്തു. അത് അവർക്കറിയാവുന്ന ഒരു കാര്യം, അത് ഓർപ്പിച്ച് എക്സ്പ്ലെയിൻ ചെയ്തു. അത് കഴിഞ്ഞ് ഇതിനെതിരെയുള്ള ഏത് കാര്യം ആര് പഠിപ്പിച്ചു കഴിഞ്ഞാൽ അത് വചനവിരുദ്ധമാണെന്ന് ഇവിടെ ഓർപ്പിച്ചു. അത് ഓർപ്പിച്ചു കഴിഞ്ഞ് സത്യം അവർക്ക് മനസ്സിലായി എന്ന് മനസ്സിലാക്കിയാണ് മുന്നോട്ട് ദൈവാത്മാവ് എഴുതുന്നത്. വിശ്വാസികളായ നമുക്ക് ഇത് തന്നെ മാതൃകയായിരിക്കണം എന്ന് ഓർപ്പിക്കുന്നു. ആവശ്യമില്ലാത്ത വാദപ്രതിവാദത്തിന് വിശ്വാസികൾ പോകാൻ പാടില്ല. ഇന്ന് വാദപ്രതിവാദം നമുക്കെല്ലാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേർപാട് സമൂഹത്തില് പലർക്ക് വലിയ താല്പര്യമുള്ള ഒരു കാര്യമാണ്. എന്നെ പിടിച്ചൊരു 3-4 ഗ്രൂപ്പിൽ ആളുകൾ ചേർത്തിട്ടുണ്ട്. അതിൽ രാവിലെ തൊട്ട് രാത്രി വരെ, രാത്രിയിലും വെറും വാദപ്രതിവാദവും കിളവി കഥകൾ മാത്രമാണ്. ഞാൻ ആ ഗ്രൂപ്പ്സിലൊന്നും എഴുതാറില്ല. എന്നാൽ വളരെ അമ്യൂസ്മെന്റോടെ കാണുന്ന ഒരു കാര്യം, വേദോസ്തം വായിക്കാൻ സമയമില്ല, ബൈബിൾ സ്റ്റഡിക്ക് സമയമില്ല, ബുക്സ് വായിക്കാൻ സമയമില്ല, ഒരു കാര്യത്തിന് സമയമില്ല എന്ന് പറയുന്ന സഹോദരന്മാർ. നിങ്ങൾ ചോദിക്കുക എങ്ങനെ അറിയുന്നത്? കാരണം അതിൽ പലരെ ഞാൻ റിക്വസ്റ്റ് ചെയ്തായിരുന്നു വളരെ ഹെൽത്തി ആയിട്ടുള്ള ചില വിഷയങ്ങളിൽ ചർച്ച ചെയ്യാമെന്ന്. അതിന് അവർക്ക് സമയമില്ല. അവരുടെ എല്ലാം മറുപടി സമയമില്ല. അതിൽ ഏറ്റവും അധികം എഴുതുന്ന ഒരു ബ്രദറിനെ ഞാൻ ഇൻവൈറ്റ് ചെയ്തു. ബ്രദറെ അടിസ്ഥാന ഉപദേശത്തില് കുറച്ച് കാര്യങ്ങൾ ഞാനും ഡോക്ടർ സനീഷും കൂടെ എഴുതുന്നുണ്ട്. ബ്രദറൂടെ അതിൽ ചില സംഭാവനകൾ ചെയ്യണമെന്ന് പറഞ്ഞിട്ട് തനിക്ക് സമയമില്ലെന്നാ പറഞ്ഞ്.
ആ സഹോദരൻ ഒരു മാസം കൊണ്ട് ഈ ഗ്രൂപ്പിൽ എഴുതുന്നത് ഒരു പുസ്തകത്തിന്റെ തുല്യമാണ്. എന്താ എഴുതുന്നത്? കിളവിക്കഥകൾ, വൃഥാവാദപ്രതിവാദം. വൃഥാവാദപ്രതിവാദത്തിൽ കൂടെ ആരെയും നന്നാക്കാൻ സാധിക്കത്തില്ല എന്നോർപ്പിക്കട്ടെ. വേദോസ്തവം തന്നെ പറയുന്നത് വൃഥാവാദപ്രതിവാദത്തിൽ നിന്ന് നാം മാറി നിൽക്കണം, കിളവിക്കഥകളിൽ നിന്ന് മാറി നിൽക്കണം. വളരെ താഴ്മയോടെ വേണം നാം ദൈവവചനം പഠിപ്പിക്കുന്നത്. അത് 1 പത്രോസ് 3:15 ഓർപ്പിക്കുന്നു. ഇതേ കാര്യങ്ങൾ ഈ അബ്രഹാമിനെ കുറിച്ച് പറഞ്ഞത് ഇത് വളരെയധികം പ്രാധാന്യം അർഹിക്കുന്ന ഒരു കാര്യമായതുകൊണ്ട് ദൈവവചനം ഇത് പലയിടത്ത് റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. ഉദാഹരണമായിട്ട് റോമാലേഖനം 4:3. റോമാലേഖനം 4:3 പറയുന്നത്, തിരുവെഴുത്ത് എന്ത് പറയുന്നു? അബ്രഹാം ദൈവത്തെ വിശ്വസിച്ചു, അത് അവന് നീതിയെ കണക്കിട്ടു. ഇത് ഉൽപ്പത്തി 15:6 ഒരു ഉദ്ധരണിയാണ്. അപ്പൊ ഉൽപ്പത്തി 15:6 ചെറിയൊരു വാക്യമാണെങ്കിലും അത് വിശ്വാസികളെ പഠിപ്പിക്കാൻ വേണ്ടി വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒരു വാക്യമായതുകൊണ്ട് അത് പുതിയ നിയമത്തിൽ 1-ലധികം പ്രാവശ്യം അബ്രഹാം ദൈവത്തിൽ വിശ്വസിച്ചെന്നും ആ വിശ്വസിച്ചത് അവന് നീതീകരണത്തിന് കാരണമായി തീരുന്നതെന്ന് ദൈവവചനം ഓർപ്പിക്കുന്നു. എന്നാൽ ദൈവവചനം അത് ഓർപ്പിക്കുന്നതിന്റെ കൂടെ ഗലാത്യ ലേഖനം 3-ാം വാക്യം കൂടെ നമ്മൾ ശ്രദ്ധിക്കണം. വിശ്വസിച്ചു, നീതീകരണത്തിന് കാരണമായി, ശരിയാണ്. എന്നാൽ 7-ാം വാക്യം പറയുന്നു, അതുകൊണ്ട് വിശ്വാസികൾ അത്രേ അബ്രഹാമിന്റെ മക്കൾ എന്ന് അറിവീൻ. അതിന്റെ പ്രായോഗിക തലം കൂടെ അവിടെ ഓർപ്പിക്കുന്നു. യാക്കോബ് 2:23 നാം വായിക്കുന്നത്, ആക്ച്വലി അബ്രഹാം വിശ്വസിച്ചു, അത് നീതീകരണത്തിനായി കണക്കാക്കപ്പെട്ടെന്നുള്ളത് അത് പുതിയ നിയമത്തില് ആവർത്തിച്ചു പറയുന്ന ഒരു കാര്യം. യാക്കോബ് 2:23 നാം വായിക്കുന്നത്, അബ്രഹാം ദൈവത്തെ വിശ്വസിച്ചു, അത് അവന് നീതിയെ കണക്കിട്ടു എന്നുള്ള തിരുവെഴുത്ത് നിവൃത്തിയായി, അവൻ ദൈവത്തിന്റെ സ്നേഹിതൻ എന്ന് പേർ ലഭിച്ചു. അപ്പം അബ്രഹാം വിശ്വസിച്ചു, നീതീകരിക്കപ്പെട്ടു. അങ്ങനെ വിശ്വസിക്കുന്നവരാണ് ദൈവത്തിന്റെ മക്കൾ എന്ന് ഗലാത്യ ലേഖനം പറയുമ്പോൾ, യാക്കോബിന്റെ ലേഖനത്തിൽ ദൈവാത്മാവ് ഓർപ്പിക്കുന്നത്, അങ്ങനെ ദൈവത്തെ വിശ്വസിച്ചതിന്റെ കാരണം കൊണ്ട് എവൻച്വലി ദൈവത്തിന്റെ സ്നേഹിതൻ എന്ന് പേർ ലഭിച്ചു. വിശ്വാസികളായ നാം ഇതിന്റെ പ്രായോഗിക തലം അത് കാണുകയും മനസ്സിലാക്കുകയും ചെയ്യണം. ക്രിസ്തീയ സമൂഹത്തിൽ ഈ നമ്മുടെ വേർപാടുകാരുടെ സ്വഭാവം എന്ന് പറഞ്ഞാൽ എല്ലാവരെയും പുച്ഛിക്കുക, അത് നമുക്ക് ജ്യേഷ്ഠാവകാശമായിട്ട് കിട്ടിയിരിക്കുവാണ്. അത് വേർപാട് കൾച്ചറാണ്, ഒരുത്തിനെ പുച്ഛിക്കുക എന്നുള്ളത്. എന്നാൽ നമ്മുടെ മധ്യേ നമ്മൾ കണ്ണു തുറന്ന് നോക്കിയാൽ ലോക മനുഷ്യർ നമ്മുടെ മധ്യയുള്ള എത്രയോ വിശ്വാസികളെ ദൈവത്തിന്റെ സ്നേഹിതൻ എന്ന് കാണുന്നു. ഞാൻ വേർപാടുകാരുടെ കാര്യമാണ് പറയുന്നത്. വേർപാടുകാരല്ലാത്ത ഒത്തിരി ആളുകളെ കുറിച്ച് പറയാനുണ്ട്. അവരെയൊക്കെ ലോകം വളരെയധികം ബഹുമാനിച്ചു. സാൽവേഷൻ ആർമിയുടെ സ്ഥാപകനെ കുറിച്ച് പറഞ്ഞിരുന്നത് യേശുക്രിസ്തു കഴിഞ്ഞാൽ ഏറ്റവും അധികം ബഹുമാനിക്കപ്പെട്ട ഒരു വ്യക്തി എന്നുള്ള രീതിയിലാണ് സാൽവേഷൻ ആർമിയുടെ സ്ഥാപകനായ ജനറൽ വില്യം ബൂത്തിനെ കുറിച്ച് ആളുകൾ പറഞ്ഞത്. എന്നാൽ നോൺ ബ്രദറൻ ആളുകളെ കുറിച്ച് മാത്രമല്ല ലോകം അങ്ങനെ പറയുന്നത്. വേർപാട് സമൂഹത്തിൽ എത്രയോ ആളുകളെ കുറിച്ച് ഈ രീതിയിലുള്ള ടെസ്റ്റ് മണി ഉണ്ട്. നമ്മൾ കണ്ണ് തുറന്ന് നോക്കാൻ ശ്രമിക്കുകയും ചെവി തുറന്ന് കേൾക്കുവാൻ ശ്രമിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ ഇങ്ങനെ അവിശ്വാസികളുടെ മധ്യേ സാക്ഷ്യം ലഭിച്ച ഒത്തിരി വേർപാടുകാരുണ്ട്. അവർ ജോലി ചെയ്ത ഓഫീസിൽ അവരുടെ സഹപ്രവർത്തകർ അവരെ ദൈവദൂതന്മാര് പോലെ കണ്ടു. അപ്പൊ അതുകൊണ്ട് അബ്രഹാം ദൈവത്തിൽ വിശ്വസിച്ചു, അവൻ ദൈവത്തിന്റെ സ്നേഹിതൻ എന്ന് പേർ ലഭിച്ചു എന്ന് അബ്രഹാമിനെ കുറിച്ച് പറയുമ്പോൾ 20-ാം നൂറ്റാണ്ടിലും 21-ാം നൂറ്റാണ്ടിലും പല വിശ്വാസികൾ അവിശ്വാസികളിൽ നിന്ന് അങ്ങനെയുള്ള ടെസ്റ്റ് മണി, അങ്ങനെയുള്ള സാക്ഷ്യം പ്രാപിച്ചിട്ടുണ്ട്. നമ്മളൊന്ന് കണ്ണു തുറന്ന് നോക്കിയാൽ മതി, അങ്ങനെ സാക്ഷ്യം ലഭിച്ചിട്ടുള്ള പല വിശ്വാസികളുണ്ട്. ഒരു ചോദ്യം വരുന്നത്, നമ്മളെ പോലെ ജഡത്തിൽ ജീവിക്കുന്ന ഈ വിശ്വാസികൾക്ക് ഇങ്ങനെ ടെസ്റ്റ് മണി ലഭിച്ചു എങ്കിൽ നമ്മൾക്ക് എന്തുകൊണ്ട് ലഭിച്ചില്ല? എനിക്ക് എന്തുകൊണ്ട് ലഭിച്ചില്ല? നമ്മിൽ ഓരോരുത്തർ ചോദിക്കേണ്ടതാണ്. ഞാൻ വേണ്ട സമർപ്പണത്തോടെ ജീവിക്കാത്തത് കൊണ്ടാണ്. ദൈവമക്കളെ, നമ്മൾ നമ്മുടെ ജീവിതത്തെ വളരെ സീരിയസ് ആയിട്ട് ശ്രദ്ധിക്കേണ്ടത് ആവശ്യമാണ്. റോമലേഖനം 4:22-24 നാം കാണുന്നത്, റോമർ 4:22-24, അതുകൊണ്ട് അത് അവന് നീതിയെ കണക്കിട്ട്. എത്ര പ്രാവശ്യമാണ് അബ്രഹാമിനെ കുറിച്ച് ഞാൻ ഈ വായിച്ചതുകൊണ്ട് തീർന്നില്ല, ഇതല്ലാതെയുമുണ്ട്. അതുകൊണ്ട് അത് അവന് നീതിയെ കണക്കിട്ടു, അവന് കണക്കിട്ട്
എന്നത് അവന് വേണ്ടി മാത്രമല്ല, നമ്മുടെ കർത്താവായ യേശുവിനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിച്ചവനിൽ വിശ്വസിക്കുന്ന നമുക്കും കണക്കിടുവാനുള്ളതാകയാൽ നമുക്ക് വേണ്ടിയും എഴുതിയിരിക്കുന്നു. നാം അബ്രഹാമിൽ നിന്നൊരു രീതിയിലും ഡിഫറന്റ് അല്ല. അബ്രഹാം ഈ ജഡത്തിൽ ജീവിച്ചവനാണ്. അത് നമ്മൾ മറക്കാൻ പാടില്ല. എബ്രായർ 11:8 എബ്രായർ 11:8 അബ്രഹാമിനെ കുറിച്ചാണ്. അവിടെ നാം വായിക്കുന്നത്, വിശ്വാസത്താൽ അബ്രഹാം തനിക്ക് അവകാശമായി കിട്ടുവാനിരുന്ന ദേശത്തേക്ക് പോകുവാൻ വിളിക്കപ്പെട്ടാറെ അനുസരിച്ചു. എത്ര സ്ഥലത്താണ് അബ്രഹാമിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. അബ്രഹാം സ്വർഗത്തിൽ നിന്ന് ദൈവം അങ്ങ് സൃഷ്ടിച്ച് ലോകത്തിലോട്ട് ഇറക്കിയ ഒരു മാലാഖയല്ലായിരുന്നു, നമ്മളെപ്പോലുള്ള ഒരു മനുഷ്യനായിരുന്നു. എന്ന് മാത്രമല്ല, അബ്രഹാം യഹൂദനല്ലായിരുന്നു. അബ്രഹാമിന്റെ സന്തതിയാണ് യഹൂദന്മാരായി മാറിയത്. അബ്രഹാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വിജാതീയനായിരുന്നു. അബ്രഹാം ഏത് നാടാണ് വിട്ടിട്ട് ദൈവവിളി കേട്ടുപോയത്, ആ പട്ടണം, ആ ടൗൺ കണ്ടുപിടിച്ച് പുരാവസ്തു ശാസ്ത്രക്കാർ അവിടെ പല രീതിയിലുള്ള ഗവേഷണങ്ങൾ നടത്തി ചന്ദ്രനെ ആരാധിച്ചിരുന്ന, മൂൺ ഗോഡ് നാന്നാറിനെ ആരാധിച്ചിരുന്ന ഒരു പട്ടണമാണ്. ആൻഡ് ആ പട്ടണത്തിലുള്ളവരുടെ ഒരു നല്ല ശതമാനം ആളുകളുടെ ഇൻകമിന്റെ മാധ്യമം നാന്നാറിന്റെ വിഗ്രഹങ്ങൾ ഉണ്ടാക്കി വിൽക്കുകയാണ്. എഫേസസിലെ ദേവി അർത്തിമിസ് ദേവിയുടെ കാര്യം പറഞ്ഞതുപോലെ, ഈ അബ്രഹാം ജീവിച്ചിരുന്ന പട്ടണത്തില് പ്രോബബ്ലി അബ്രഹാമിന്റെ കുടുംബത്തിലുള്ള പലരും ഈ നാന്നാറിന്റെ വിഗ്രഹങ്ങൾ ഉണ്ടാക്കി വിൽക്കുന്നവരായിരുന്നു. അങ്ങനെയുള്ള ഒരു പട്ടണത്തിൽ നിന്നൊരു വ്യക്തിക്ക് ദൈവവിളി കേട്ട് കഴിഞ്ഞപ്പോൾ വിശ്വാസികളുടെ പിതാവായി മാറി. എന്ന് മാത്രമല്ല, ദൈവവചനത്തിൽ എവിടെ നോക്കിയാലും ആ വ്യക്തിയെക്കുറിച്ച് പറയുന്നതായിട്ട് നാം കാണുന്നു. വിശ്വാസികളായ നാം ഗലാത്യ ലേഖനത്തിന്റെ അടിസ്ഥാനത്തിൽ ഗലാത്യരോട് ദൈവാത്മാവ് പറഞ്ഞു, വിശ്വാസത്തിൽ കൂടെയാണല്ലോ നിങ്ങളുടെ ജീവിതത്തിൽ ഇതെല്ലാം നടന്നത്, അതുകൊണ്ട് ഇനി അതിനനുസരിച്ച് നടക്ക്, ന്യായപ്രമാണത്തിന്റെ പുറകെ പോകരുത്. വേർപാട് വിശ്വാസികളായ നാം മനസ്സിലാക്കേണ്ടത്, വിശ്വാസത്താലെയാണ് നാം ഇത് പ്രാപിച്ചത്. മനുഷ്യനിർമ്മിത ആചാരങ്ങളും ചടങ്ങുകളും നമ്മൾ സഭയുടെ മേളിലും വിശ്വാസികളുടെ മേളിലും അടിച്ചേൽപ്പിക്കരുത്. 2, നമ്മൾ എന്ത് വില കൊടുക്കേണ്ടി വന്നു അതും, നമ്മുടെ പിതാക്കന്മാർ എന്ത് വില കൊടുക്കേണ്ടി വന്നു എന്നും നമ്മുടെ മക്കളെ ഓർപ്പിക്കേണ്ടത് ആവശ്യമാണ്. അതുകൊണ്ട് വളരെ താല്പര്യമെടുത്ത് വളരെ ഇൻട്രസ്റ്റോടെ നമ്മുടെ മക്കൾക്കൊക്കെ ജീവചരിത്രങ്ങൾ, ബയോഗ്രാഫീസ് വാങ്ങിച്ചു കൊടുക്കണം എന്നുകൂടി ഓർപ്പിക്കട്ടെ. ദൈവാത്മാവ് ഇന്ന് കടന്നു വന്ന എല്ലാ സഹോദര സഹോദരിമാരെയും അനുഗ്രഹിക്കട്ടെ.